വത്തിക്കാനിൽ കൂടിക്കാഴ്ച നടത്തിയ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും യുക്രൈൻ പ്രസിഡന്റ് വൊളോദിമിർ സെലൻസ്കിയും വ്ളാഡിമിർ പുടിന് യുദ്ധം അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ലെന്ന് കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെ ട്രംപ് രൂക്ഷമായി വിമർശിക്കുകയും ചെയ്തിട്ടുണ്ട്. വിവരങ്ങളുമായി ന്യൂജേഴ്സിയിൽ നിന്ന് ചേരുന്നത് മധു കൊട്ടാരക്കരയാണ്. മധു, അവിടെ ഈവനിങ് ആണല്ലോ. ഗുഡ് ഈവനിങ്. അപ്പോൾ നമ്മൾ ഓവൽ ഓഫീസിൽ വെച്ച് ഫെബ്രുവരിയിൽ കണ്ട ആ പഴയ ട്രംപ് അല്ല ഇന്നലെ നമ്മൾ കണ്ടത്. വത്തിക്കാനിൽ രണ്ടുപേരും വളരെ അടുത്തിരിക്കുന്നു, കേൾക്കാൻ തയ്യാറായി മുന്നോട്ട് ആഞ്ഞിരിക്കുന്ന ട്രംപ്. ഒപ്പം തന്നെ പുടിന് ഈ യുദ്ധം നിർത്താൻ വലിയ താല്പര്യമൊന്നുമില്ല എന്ന് പറയുന്നു. അതിനുശേഷം അദ്ദേഹത്തിന്റെ ട്രൂത്ത് സോഷ്യലിലും ഇത് തന്നെ പോസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ എന്താണ് ഈ മനംമാറ്റത്തിന് കാരണം? ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന, പ്രവിത. തീർച്ചയായിട്ടും ഈ കൂടിക്കാഴ്ച നല്ല രീതിയിൽ പോകുമെന്നുള്ളൊരു പ്രതീക്ഷ നമുക്ക് വെക്കാം. യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി വൈറ്റ് ഹൗസിൽ നേരത്തെ ക്രിസ്റ്റീന സൂചിപ്പിച്ചതുപോലെ അവർ ചർച്ചകളൊക്കെ അലസിപ്പിരിഞ്ഞതിന് ശേഷം ഇതാദ്യമായിട്ടാണ് ഇരുവരും തമ്മിൽ വീണ്ടും ഈ കൂടിക്കാഴ്ച നടക്കുന്നത്. രണ്ടുപേരും വത്തിക്കാനിൽ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുക്കുവാനായി എത്തിയതായിരുന്നു. വത്തിക്കാനിലെ സെയിന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ സഹായികളൊന്നും ഇല്ലാതെയായിരുന്നു ഇരുവരും സംസാരിച്ചത്. വിഷയം യുക്രൈൻ യുദ്ധം എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കണം എന്നുള്ളത് തന്നെയായിരുന്നു. ഏതാണ്ട് 15 മിനിറ്റ് നീണ്ട ഒരു കൂടിക്കാഴ്ചയായിരുന്നു ഇത്. വളരെ ഫലപ്രദമായിരുന്നു ഈ കൂടിക്കാഴ്ചയെന്ന് പിന്നീട് വൈറ്റ് ഹൗസും ഔദ്യോഗികമായി ഇത് സംബന്ധിച്ചുള്ള പത്രക്കുറിപ്പ് ഇറക്കുകയുണ്ടായി. പിന്നീട് റോമിൽ നിന്ന് അമേരിക്കയിലേക്ക് തിരിച്ചു പറക്കുന്നതിനിടയിൽ എയർഫോഴ്സ് 1-ൽ വെച്ച് അതിരൂക്ഷമായ ഭാഷയിൽ റഷ്യക്കെതിരെ ഇത് ആദ്യമായിട്ട് ഡൊണാൾഡ് ട്രംപ് പ്രതികരിക്കുകയും ചെയ്തിരിക്കുകയാണ്. യുക്രൈനിലെ ജനവാസ മേഖലയിലും അതുപോലെ പട്ടണങ്ങളിലും ടൗണുകളിലും ഒക്കെ നമുക്കറിയാം ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഏറെ പേർ മരണപ്പെട്ടിരുന്നു. ഒരു കാരണവുമില്ലാതെ പുടിൻ കഴിഞ്ഞ ദിവസങ്ങളിൽ മിസൈൽ ആക്രമണം നടത്തുകയാണെന്നാണ് ട്രംപ് പറഞ്ഞത്. നിരവധി ആളുകൾ മരിക്കുന്നു. യുദ്ധം അവസാനിപ്പിക്കുവാൻ പുടിന് ആഗ്രഹമുണ്ടെന്ന് തോന്നുന്നില്ല. അതുപോലെ റഷ്യക്കെതിരെ വേണ്ടി വന്നാൽ ഒരു 2ാം ഘട്ട ഉപരോധത്തിന് സമയമായെന്ന് വരെ ട്രംപ് പറഞ്ഞു വെക്കുകയുണ്ടായി. അതേസമയം സെലൻസ്കിയുടെ പ്രതികരണം വന്നിട്ടുണ്ട്. വളരെ നല്ല കൂടിക്കാഴ്ചയായിരുന്നു ഡൊണാൾഡ് ട്രംപുമായി നടന്നതെന്നാണ് സെലൻസ്കി പറയുന്നത്. യുക്രൈൻ ജനങ്ങളുടെ ജീവൻ ഒരു സംരക്ഷണം വേണം, അതുപോലെ സമ്പൂർണവും നിരുപാധികവുമായ ഒരു വെടിനിർത്തലായിരിക്കണം ഉണ്ടാകേണ്ടത്. ഭാവിയിൽ യുദ്ധം ഉണ്ടാകാതിരിക്കുവാൻ വിശ്വസിക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള ഒരു കരാർ വേണമെന്നാണ് താൻ ട്രംപിനോട് ആവശ്യപ്പെട്ടതെന്നാണ് സെലൻസ്കി പറഞ്ഞത്. പ്രവിത, ക്രിസ്റ്റീന. ശരി, താങ്ക് യു മധു കൊട്ടാരക്കര. നമുക്ക് ആ ബോഡി ലാംഗ്വേജ് കണ്ടാൽ തന്നെ അറിയാം. ഓവൽ ഓഫീസിൽ വെച്ച് കൈ ചൂണ്ടി പരിഹാസത്തോടും പുച്ഛത്തോടും ഒക്കെ സംസാരിച്ചിരുന്ന ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ മുന്നോട്ട് ആഞ്ഞിരുന്ന് കേൾക്കാനുള്ള ഒരു ബോഡി ലാംഗ്വേജിലേക്ക് ആശാവഹമായിട്ടുള്ള ഒരു ചർച്ചയാണ് നടന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും പുടിനെ കുറ്റപ്പെടുത്തുന്നുണ്ട് ട്രംപ്. ഇതിനു മുൻപ് അത്തരത്തിലുള്ള ശക്തമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഒക്കെ പുടിനെതിരെ പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് സംശയമാണ്. എന്താണെങ്കിലും ഈ യുദ്ധം അവസാനിപ്പിക്കണം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിനുള്ള ചർച്ചകൾ ഇപ്പോഴും പുരോഗമിക്കുകയാണ്. മധു കൊട്ടാരക്കരയാണ് വിവരങ്ങൾ നൽകിയത്.